ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കുറച്ച് ടിപ്സുകളായിട്ടാണ് വന്നിരിക്കുന്നത്. ഒന്ന് കണ്ടു നോക്കാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ടിപ്സുകളാണ് കേട്ടോ. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് നിങ്ങൾ പറയാം, ഇഷ്ടപ്പെട്ടാൽ അത് പറയാം കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ആദ്യത്തെ ടിപ്പ് കാണാം. നമ്മളെ കുളിക്കുന്ന വെള്ളത്തിൽ നമ്മളെവിടെയെങ്കിലും പോയി ജോലിക്കൊക്കെ പോയി വരുമ്പോൾ ക്ഷീണിച്ചൊക്കെ വരുമ്പോൾ ഒരു ലേശം കല്ലുപ്പിട്ടിട്ട് ആ വെള്ളത്തിൽ കുളിക്കണമെങ്കിൽ നമ്മുടെ പോസിറ്റീവ് എനർജി, നല്ലൊരു പോസിറ്റീവ് എനർജി കിട്ടും. നെഗറ്റീവ് എനർജി നമ്മുടെ ശരീരത്തിന് മാറിക്കിട്ടും. രണ്ടാമത്തെ ടിപ്പാണ്, നമ്മൾ തുടയ്ക്കുന്ന വെള്ളത്തിൽ ഒരു നുള്ള് ഉപ്പിട്ട് കൊടുക്കുക. ഒരു നുള്ള് മതി. അതുപോലെ ഒരു നുള്ള് ഷാമ്പു, ഒരു തുള്ളി ഷാമ്പു, 2 ടീസ്പൂൺ വിനാഗിരി, അതും കൂടി തുടച്ച് കഴിഞ്ഞാൽ റൂമിൽ നല്ല പോസിറ്റീവ് എനർജി കിട്ടും ചെയ്യും. പ്രാണികൾ പോവുകയും ചെയ്യും. പിന്നെ അന്നാമത്തെ അഴുക്കിടല, അന്നാന്ന് കിടക്കുന്ന അഴുക്കൊക്കെ മാറിക്കിട്ടും. അറിയാത്തവർ ചെയ്ത് നോക്കാം. അതുപോലെ ഇതുപോലെ ഒരു ബൗൾ എടുക്കുക. അതിലേക്ക് കുറച്ച് ഒരു 1/4 ഭാഗം, ഒരു 1/2 ഭാഗമായാലും കുഴപ്പമില്ല, കല്ലുപ്പിട്ടിട്ട് നമ്മുടെ ഹാളിൽ എവിടെയെങ്കിലും ഒരു മൂലയിൽ വയ്ക്കുക. താഴെ വീണ് പൊട്ടാതിരിക്കുക കേട്ടോ, പൊട്ടരുത്, വയ്ക്കുക. അത് നമ്മുടെ വീട്ടിൽ വരുന്നവരുടെ നെഗറ്റീവ് എനർജി പോയിട്ട് പോസിറ്റീവ് എനർജി കിട്ടുന്ന പറയണേ. അങ്ങനെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്ത് നോക്കുക. അതും നല്ലൊരു ടിപ്പാണ്. ഞാൻ ചെയ്യാറുണ്ട്, എനിക്കത് ഗുണം തോന്നിയിട്ടുള്ളൂ കേട്ടോ. പിന്നെ അടുത്ത ടിപ്പാണ്, ഇതുപോലെ ബുദ്ധനെ വീടിൻ്റെ ഓപ്പോസിറ്റ്, നമ്മുടെ പ്രധാന ഡോറിൻ്റെ ഓപ്പോസിറ്റ് ജനലാണെങ്കിൽ അതിൻ്റെ ലെഫ്റ്റ് ഭാഗത്തും റൈറ്റ് ഭാഗത്തും ചുമരുണ്ടാവും. ആ ചുമരുമ്പോൾ ഇതുപോലെ ഒരു ബുദ്ധനെ വെക്കുകയാണെങ്കിൽ നമ്മുടെ വീട്ടിൽ ഭയങ്കര ഐശ്വര്യം ഉണ്ടാവും കേട്ടോ. അത് കുറച്ച് നാളെ ഞാനിത് വെച്ചിട്ട് നമുക്ക് അതിൻ്റെ ദോഷങ്ങളൊന്നും ഉണ്ടായിട്ടില്ല, ഐശ്വര്യം തന്നെ ഉണ്ടായിട്ടുള്ളൂ. അറിയാത്തവർ ചെയ്ത് നോക്കുക. പിന്നെ നമ്മൾ അടുക്കളയിൽ ഭരണി ഉണ്ടാവുമല്ലോ, ഭരണിയിൽ ഉപ്പ് ഇങ്ങനെ 1/4 ഭാഗമായി കഴിയാൻ നിൽക്കരുത്. അപ്പോഴേക്കും ഉപ്പ് മേടിച്ച് തരും നിറയ്ക്കുക. അതൊരു ഐശ്വര്യം തന്നെ കേട്ടോ. നമ്മൾക്ക് ഉപ്പില്ലാത്ത ഒരു കാര്യവും നടക്കില്ലല്ലോ. കറികളിലും ഒക്കെ ഉപ്പ് തന്നെ വേണ്ടേ. അപ്പോൾ അത് ചെയ്ത് നോക്കാം. ഒരു ഐശ്വര്യം തന്നെയാണ് അങ്ങനത്തെ ഒരു കാര്യം ചെയ്യണത്. വീട് പണി കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിൽ താമസിക്കാൻ പോണതിന് മുന്നേ മിക്കവരും പറയണത് എന്താണെന്നറിയാം, ആദ്യം വീട്ടിലേക്ക് കയറ്റണത് കല്ലുപ്പും വെള്ളമാണെന്ന് പറയണത്. അപ്പം അത് എന്തുകൊണ്ടാണ്, വെള്ളം ഇല്ലാണ്ടും ഉപ്പില്ലാണ്ടും നമുക്ക് ഇരിക്കാൻ പറ്റില്ല അല്ലേ. അപ്പം അതുകൊണ്ടാണ്. അപ്പം അങ്ങനെ ചെയ്ത് നോക്കാം. അപ്പോൾ അടുത്തൊരു ടിപ്പാണ്, ഇത് ഉപ്പ് കൊണ്ടുള്ള ടിപ്പൊന്നുമല്ല കേട്ടോ. നമ്മൾ ജോലി കിട്ടാനായിട്ട് നമ്മൾ ഹനുമാൻ സ്വാമിയുടെ അവിടെ ശക്തമായിട്ടൊരു വഴിപാടാണ് വെറ്റിലമാല. ചെറിയ വെറ്റിലമാലയുണ്ട്, വലിയ വെറ്റിലമാലയുണ്ട്. അപ്പം ഞാനെപ്പോഴും ചെറുതാണ് കഴിക്കാട്ടോ. അപ്പോൾ പിന്നീടാണ് നമ്മൾ യൂട്യൂബിൽ നല്ലൊരു പണിക്കർ എന്നല്ല, ആളൊരു തിരുമേനിയാണ്. നമ്മൾ മിക്കൊരു പണിക്കരുന്നാണല്ലോ പറയാം. ഒരു വീഡിയോ കണ്ടിട്ട് ഞാൻ ചെയ്തതാണ് അവിൽ നിവേദ്യം. ബുധനാഴ്ചകളിൽ അവിൽ നിവേദ്യം കഴിച്ചാൽ രാവിലെ അവിടെ ചെന്നിട്ട് അവിൽ നിവേദ്യമാണെന്ന് പറഞ്ഞാൽ അവർ വൈകുന്നേരം ചെയ്യും. അല്ലെങ്കിൽ നമ്മളിവിടുന്ന് അവിൽ മേടിച്ചിട്ട് കൊണ്ടുപോകണം. അവിൽ മേടിക്കുമ്പോൾ വേണമെങ്കിൽ ഉണക്കമുന്തിരി മേടിക്കാം, പിന്നെ അല്ലെങ്കിൽ അതിൽ കൂടെ ശർക്കര അങ്ങനെയൊക്കെ മേടിക്കാം. നമുക്ക് ഇഷ്ടമുള്ള മേടിക്കാം, കൽക്കണ്ടം മേടിക്കാം. അങ്ങനെ കൊണ്ടവിടെ നടക്കി വെച്ചാൽ മതി. അപ്പോൾ അത് എല്ലാ ബുധനാഴ്ചയും കൊടുക്കാൻ നോക്കുക, അല്ലെങ്കിൽ മാസത്തിലൊരു ബുധനാഴ്ച കൊടുക്കുക. അങ്ങനെ എന്തായാലും ചെയ്ത് നോക്കുക. എന്തായാലും ഒരു ജോലി ഉറപ്പായിട്ട് കിട്ടും കേട്ടോ. പിന്നെ വീഡിയോ കണ്ട് ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ, നമ്മളൊരു വീഡിയോ കണ്ട് കുറേ ലൈക്ക് ഇട്ടിട്ട് കാര്യമല്ലോ. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെട്ടു എന്ന് അതിൻ്റെ അടിയിൽ വന്ന് പറയും, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് പറയാം, എന്നാലും കുഴപ്പമില്ല. അപ്പോൾ പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും വരാം.